ഹലോ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരേ സമയം ഒരുപാട് സങ്കടവും അതുപോലെ തന്നെ അവരുടെ ഭർത്താവ് ചെയ്തത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും തോന്നിയ ഒരു കാര്യം കേട്ടോ. അവരുടെ ആ ഒരു സപ്പോർട്ട്, നമുക്ക് എന്തിനും സപ്പോർട്ടായിട്ടുള്ള ഒരാൾ കൂടെ ഉള്ളത് നമുക്കൊരു നല്ല ഒരു കരുത്താണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഇതുപോലെ ബ്രസ്റ്റ് ക്യാൻസർ വന്നതാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇതുപോലെ കൊഴിഞ്ഞു പോവുകയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കറിയാം അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നമ്മളും കടന്നു പോയിട്ടുള്ളതാണ്. അപ്പോൾ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അമ്മയ്ക്ക് ഇങ്ങനെ ബ്രസ്റ്റ് ക്യാൻസർ വന്നത്. ഇപ്പോൾ ഓക്കെ ആയി, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പിന്നാലെ നടന്ന് നമ്മൾ ചെയ്യുന്നതെല്ലാം കുറ്റം കണ്ടുപിടിച്ച് നമ്മളെ അടിച്ച് താഴ്ത്തി വലിയ വിജയിച്ച ഭാവത്തിൽ നിൽക്കാനായിട്ട് തുനിഞ്ഞു നടക്കുന്നവരുടെ ഒരു കാര്യം പറയാം. ഇതൊക്കെ പറയാൻ നാളെ നിങ്ങളുണ്ടാവണമെന്നുമില്ല, അത് കേൾക്കാൻ ഞാനുണ്ടാവണമെന്നുമില്ല. അതുകൊണ്ട് ഇന്ന് സന്തോഷം ലഭിക്കുന്നത് എങ്ങനെയാണോ ആ രീതി അങ്ങോട്ട് പിന്തുടർന്ന് പോയാൽ പോരെ. എന്തിനാണ് വെട്ടിപ്പിടിച്ച് കീഴടക്കാനുള്ള വാശി? ആ വാശിയുള്ളവർ തന്നെ നീ നാളെ ജീവനോടെ ഉണ്ടോയെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ദൈവം ഗ്യാരണ്ടിയൊന്നും തന്നിട്ടില്ലല്ലോ ആർക്കും. അതുകൊണ്ട് എന്തിനാണ് മനുഷ്യർ അഹങ്കരിക്കുന്നതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഉള്ളത്രയും കാലം മനുഷ്യർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ സന്തോഷമായിട്ട് ജീവിക്കണതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് പറഞ്ഞാൽ. ആർക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ നിൽക്കുന്ന ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. പിന്നീട് വരാനിരിക്കുന്ന ഓരോ സെക്കൻഡുകളും നമ്മുടെ കയ്യിലല്ല. അഹങ്കരിക്കുന്ന മുഖത്ത് അഹങ്കാരം കയറ്റി വെച്ച് മനുഷ്യനോട് ചിരിക്കാൻ പോലും പുച്ഛം കാണിക്കുന്ന അത്രയും അഹങ്കരിക്കുന്ന മനുഷ്യരുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, മനുഷ്യൻ അഹങ്കരിക്കരുത്. ചിലരുണ്ട് സൗന്ദര്യം നോക്കി മാത്രം സ്നേഹിക്കുന്നത് കേട്ടോ. അതിപ്പോൾ ഭാര്യയാണെങ്കിലും ആരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ആരാണെങ്കിലും സൗന്ദര്യം നോക്കി മാത്രം കൂട്ടുകൂടുന്നതുണ്ട്. ഫ്രണ്ട്ഷിപ്പാണെങ്കിലും അങ്ങനെയുള്ളവരും വിഡ്ഢികളാണെന്നേ ഞാൻ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഈ നിറത്തിലൊക്കെ എന്ത് കാര്യമുള്ളത്? ഒന്നെങ്കിൽ പുഴുവിന് ആഹാരമാകും, അല്ലെങ്കിൽ വെറും ചാരമാകും. കാറ്റിൽ പറക്കുന്ന ചാരമാകും, വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന ചാരമായി മാറുകയാണ്. ഭാര്യയുടെ കുറവുകളെല്ലാം കുത്തി കണ്ടുപിടിച്ച് ഡിവോഴ്സും ചെയ്ത് മറ്റ് പെണ്ണുങ്ങളുടെ പുറകെ പോകുന്ന പുരുഷന്മാരൊക്കെ ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതാണ് പുരുഷൻ, ഇതാണ് മനുഷ്യൻ.